തൻ്റെ കഥാപാത്രത്തിൽ ലയിച്ചു ജീവിക്കുന്ന ഒരുപാട് നടന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കഥാപാത്രത്തിനു വേണ്ടി തൻ്റെ ജീവിതം തന്നെ നൽകേണ്ടി വന്ന ഒരു നടനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഓസ്ട്രേലിയയിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനനം. ചെറുപ്പത്തിൽ തന്നെ ചെസ് കളിയിൽ മിടുക്കനായിരുന്ന ഇദ്ദേഹം ഒരു മികച്ച അഭിനേതാവാകാനും കൊതിച്ചു. 10-ാം വയസ്സിൽ തന്റെ മാതാപിതാക്കൾ വിവാഹബന്ധം വേർപ്പെടുത്തിയതും വീട്ടിലെ നിരന്തര കലപിലകളും അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ എല്ലാ നിറങ്ങളും കെടുത്തി. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല ഹീത്ത് ലെഡ്ജർ. എന്നാൽ ജോക്കർ എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെയാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ മനസ്സിൽ അദ്ദേഹം ചിരകാല പ്രതിഷ്ഠ നേടിയത്. സാധാരണ സിനിമകളിൽ വേഷമിട്ട ലെഡ്ജർ ഒരസാമാന്യ പ്രതിഭയാണെന്ന് ലോകം തിരിച്ചറിയുന്നത് ബാറ്റ്മാനിലൂടെയാണ്. ക്രിസ്റ്റഫർ നോളൻ ഡാർക്ക് നൈറ്റ് എന്ന ബാറ്റ്മാൻ സീരീസിലെ തന്റെ പുതിയ ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്യാൻ ലെഡ്ജറെ സമീപിക്കുമ്പോൾ ജോക്കർ ഇത്രയധികം ചർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. ബാറ്റ്മാൻ ഒരുക്കുവാൻ നോളൻ തുടക്കത്തിൽ താല്പര്യമില്ലായിരുന്നു. കാരണം ജോക്കറിന്റെ കഥാപാത്രം ആര് ചെയ്യുമെന്ന ചിന്ത നോളനെ അലട്ടിയിരുന്നു. ജോക്കറാകാൻ 1 മാസം മുഴുവൻ മുറിക്ക് പുറത്തിറങ്ങാതെയിരുന്നു. ആരോടും സംസാരിക്കാൻ പോലും തയ്യാറായില്ല. തന്റെ മനോനില തെറ്റിയാൽ മാത്രമേ ജോക്കറിനെ അവതരിപ്പിക്കാൻ കഴിയൂ എന്നാണ് ലെഡ്ജർ വിശ്വസിച്ചിരുന്നത്. സെറ്റിലെത്തിയാൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിന്നു. ആരോടും അധികം സംസാരിച്ചിരുന്നില്ല. ബാറ്റ്മാൻ സീരീസിൽ മുൻകാലത്ത് ജോക്കറായി അഭിനയിച്ച നടന്മാരുടെ സ്വാധീനം ലെഡ്ജറിനെ ബാധിച്ചിരുന്നില്ല. തനിക്ക് അനുകരണം ഇഷ്ടമില്ലെന്നാണ് നോളനോട് അന്ന് ലെഡ്ജർ പറഞ്ഞത്. നോളൻ ആഗ്രഹിച്ചതിലും എത്രയോ അപ്പുറത്തായിരുന്നു ലെഡ്ജറിന്റെ ജോക്കർ. ഓസ്കാർ ഉൾപ്പെടെ എണ്ണമറ്റ പുരസ്കാരങ്ങളാണ് ലെഡ്ജറിന്റെ ജോക്കറെ തേടി വന്നത്. പക്ഷേ ഒന്നും ഏറ്റുവാങ്ങാൻ ലെഡ്ജർ ബാക്കിയുണ്ടായിരുന്നില്ല. ഈ അസാമാന്യ പ്രതിഭയ്ക്ക് അല്പായുസ്സായിരുന്നു. സിനിമ പുറത്തിറങ്ങാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഹീത്ത് ലെഡ്ജർ ലോകത്തോട് വിട പറഞ്ഞു. 2008 ജനുവരി 22-ന് ന്യൂയോർക്കിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നായകന്മാരെ ആരാധിക്കുകയും അവർക്ക് വേണ്ടി കൈയടിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ വില്ലന്മാരുടെ കൂടി ഫാനാക്കി മാറ്റാൻ ജോക്കർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല.